സോളാർ കേസിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് ബിജു രാധാകൃഷ്ണൻ 2.5 വർഷത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ഇറക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നതെന്നും ബിജു രാധാകൃഷ്ണൻ. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഒരുപക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷം ബിജു രാധാകൃഷ്ണൻ വീണ്ടും വലിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മൊഴി നൽകുന്നതിനിടെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്? സൗമ്യ, രാവിലെ 11:30യോടെയാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ മൊഴി നൽകാനായി ബിജു രാധാകൃഷ്ണനെ പോലീസ് ഹാജരാക്കിയത്. ഇത് മൊഴി നൽകാൻ ഹാജരാക്കവേ ബിജു രാധാകൃഷ്ണൻ ഒരു പ്രത്യേക അപേക്ഷ സോളാർ കമ്മീഷന് സമർപ്പിക്കുകയുണ്ടായി. ഈ അപേക്ഷയിലാണ് പല കാര്യങ്ങളും താൻ തുറന്നു പറയുന്നതിനെ കുറിച്ച് ബിജു രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. പലതും താൻ തുറന്നു പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കേണ്ടി വരും എന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. 2.5 വർഷത്തിനകം തന്നെ ജയിലിൽ നിന്ന് ഇറക്കാം എന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. എന്നാൽ കാത്തിരുന്നതല്ലാതെ തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായില്ല. തന്നെ മണ്ടനാക്കുകയാണ് എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് താൻ പലതും തുറന്നു പറയേണ്ടി വരും, തുറന്നു പറഞ്ഞാൽ പലരും രാജിവെക്കേണ്ടി വരും, അങ്ങനെ രാജിവെക്കുന്നവരെ പൊതുജനം കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നും ബിജു രാധാകൃഷ്ണൻ ഈ കത്തിലൂടെ പറയുകയുണ്ടായി. മാത്രമല്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ ഇതുവരെ നടന്ന അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമാണ്. മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് തനിക്ക് പറയാനുള്ളത്. താൻ കമ്മീഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തന്നെ ഈ നൽകിയ അപേക്ഷയിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം, ഖജനാവിന് നഷ്ടമുണ്ടാക്കിയോ എന്നുള്ള കാര്യമാണ്. ടീം സോളാറുമായി ബന്ധപ്പെട്ട് സർക്കാർ പദവികളും അധികാരങ്ങളും ഉപയോഗിച്ച് പങ്കാളിത്ത വ്യവസ്ഥയുണ്ടാക്കി വൻ തുക കൈപ്പറ്റിയവർ ഉണ്ട്. ഇതിനു പുറമെ സ്ത്രീകളെ ലൈംഗിക താല്പര്യത്തിന് ഉപയോഗിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഖജനാവിന് ഇനിയും നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൊതുജനത്തെ കഴുതകളാക്കലാണ് എന്നും ബിജു രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. മാത്രമല്ല, തന്റെ കുഞ്ഞിനെ കളവ് പറയിപ്പിച്ച് കള്ളസാക്ഷി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. മാത്രമല്ല, ബിജു രാധാകൃഷ്ണന്റെ വൈകാരിക തലം കണക്കിലെടുത്ത് പിന്നീട് മൊഴിയെടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഈ മാസം 30-ലേക്ക് ബിജു രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കൽ മാറ്റിവെച്ചു. അത് ബിജു രാധാകൃഷ്ണൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് 23-ാം തീയതി ബിജു രാധാകൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. അന്ന് തനിക്ക് ജാമ്യം കിട്ടുന്നവരെ വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് താനുള്ളത്. ഇപ്പോഴും ആ സമ്മർദ്ദം ഉണ്ട്. അതുകൊണ്ട് ഇതിന് ശേഷമുള്ളൊരു തീയതിയാണ് ആവശ്യപ്പെട്ടത്. ബിജു രാധാകൃഷ്ണന്റെ വൈകാരിക തലം പലപ്പോഴും അദ്ദേഹം ഇത് പറയുമ്പോൾ വിരുമ്പുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു ബിജു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് മറ്റു കക്ഷികളുടെ എല്ലാം താല്പര്യത്തിനനുസരിച്ച് തന്നെ 30-ാം തീയതിയിലേക്ക് ബിജു രാധാകൃഷ്ണൻ മൊഴിയെടുക്കുന്നതിന്റെ 2ാം ഭാഗം അല്ലെങ്കിൽ തുടർന്നുള്ള ഭാഗം 30-ാം തീയതിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതിനുശേഷം ബിജു രാധാകൃഷ്ണൻ താഴേക്കിറങ്ങുമ്പോൾ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പോലീസ് അനുവദിച്ചില്ല. ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോവുകയായിരുന്നു, ബലം പ്രയോഗിച്ച് പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. ഉമേഷ്, നമുക്കറിയാം അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പലപ്പോഴും ബിജു മാധ്യമങ്ങളോടായി വിളിച്ചു പറയുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായി. സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നോട് തുറന്നു പറയാൻ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ. ഒരുപക്ഷെ അത്തരം ഇപ്പോൾ നമ്മുടെ ഒപ്പം ശ്രീ പി സി ജോർജ് ടെലിഫോൺ ലൈൻ ചേർന്നുണ്ട്. ശ്രീ പി സി ജോർജ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ നിരവധിയായ തെളിവുകൾ, സാഹചര്യങ്ങൾ, പലവരുടെയും ഇൻവോൾവ്മെന്റുകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ബിജു രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. കമ്മീഷൻ മൊഴി കൊടുക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ പറയുന്നതെല്ലാം തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ശ്രീ പി സി ജോർജ്. അല്ല, അത് വളരെ ക്ലിയർ ആണ്. സരിതയായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ഉമ്മൻചാണ്ടി കുടുംബത്തിന്റെ ബന്ധം, ഉമ്മൻചാണ്ടി മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒക്കെ ഈ സരിതയായിട്ട് ബന്ധമുണ്ട്. സരിത ഉമ്മൻചാണ്ടിയുടെ വീട്ടിലെ ഒരു നിത്യ സന്ദർശിക്കുകയും വളരെ ബന്ധുക്കളെ പോലെ പെരുമാറിയിരുന്നു എന്നുള്ള അറിയുന്ന സത്യം ആർക്കും അറിയില്ലാത്തത്. ബിജു രാധാകൃഷ്ണൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം ജോലി തിരക്കുള്ള മനുഷ്യൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സരിത ഏത് ഇഷ്യൂ ആണ് ബിജു രാധാകൃഷ്ണന്റെ സ്വകാര്യം പറഞ്ഞതെന്ന് പറയട്ടെ. എന്താണ് പറഞ്ഞത് ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞാൽ ബിജു രാധാകൃഷ്ണൻ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി വെള്ളത്തിൽ പോകും. അത് തന്നെയല്ലെന്ന് ആ സരിത ജയിലിൽ കിടന്നുകൊണ്ട് എഴുതി കത്ത്, അത് വളരെ ക്ലിയർ അല്ലേ. ആ ക്ലിയർ എഴുത്ത് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? സരിതയുടെ മൊഴി വരുമ്പോൾ ഇത് കൂടുതലായിരിക്കും. ഇപ്പോ കേസിൽ നിന്നെല്ലാം ഊരിത്തരാം, രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സരിത ഇപ്പോ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം.
പക്ഷെ അതിൽ നിന്നാണ് സ്വീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി നോക്കിയാൽ അവരെ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ ഇനിയും 22, 23 കേസുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ രക്ഷിക്കാൻ കഴിയില്ല. അത് തന്നെയല്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ ഈ സരിത ഡൽഹിയിൽ എന്തിനാ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ സമയത്ത് ഡൽഹിയിൽ എന്തിന് സരിത നിന്നു? അദ്ദേഹത്തിന്റെ ഒരു സന്തോഷ സഹചാരിയായ കുര്യാക്കോസ് അയാൾ അതീര് മറന്നു ഡൽഹിയിലുള്ള, അതായത് പഴയ പാവം മോനെ പോലുള്ളതാ. അവനെ വിസ്തരിച്ച് അവനെന്താ പറയുന്നത്? സരിത ഇവരെ കാണാൻ ചെന്നാണ്, മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നാൽ മുഖ്യമന്ത്രി ആലോചിച്ച് തീരുമാനിച്ചറിച്ച് അവിടെ ചെന്ന് ആർക്കറിയില്ലാത്തത്. ഞാനൊരു കാര്യം പറയാം, ഇത് ഒരു ചർച്ചയ്ക്ക് പോലും ഇനി പോയിട്ട് കാര്യമില്ല. എല്ലാ തെറ്റിന്റെയും കുറ്റങ്ങളുടെയും അഴിമതിയുടെയും മൂർത്തിഭാവമാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ ഇവിടെ ഗവൺമെന്റിന്റെ ഫലപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും UDF അനുഭവിക്കാൻ പോവുക. ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ബാർക്കോഴക്കേസ് കിടക്കുക, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതല്ലേ? വർഷങ്ങളായി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കളി എല്ലാം ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അത്ഭുതത്തോടെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നത്. ഉമ്മൻചാണ്ടി എത്രയും വേഗം രാജിവെച്ച് ഇറങ്ങിപ്പോവുക, തെരഞ്ഞെടുപ്പിനെ നേടുക എന്നുള്ളതല്ലാതെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല, ജനാധിപത്യ സംരക്ഷണ മാർഗമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ശ്രീ PC ജോർജ്, ഒരു ഘട്ടത്തിൽ ഇതിനെ മുഖ്യമന്ത്രി ഒറ്റ സെന്റൻസിൽ എതിർത്തിരുന്നത് ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ലല്ലോ എന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഇവിടെ ബിജു രാധാകൃഷ്ണൻ തന്നെ മൊഴി നൽകുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധികാര ദുർവിനിയോഗം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ, സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ ഇതുവരെയും ബിജു രാധാകൃഷ്ണന്റെ മൊഴിയായാലും കൃത്യമായ ചോദ്യം ചെയ്യലായാലും ഒക്കെ നടക്കാതിരുന്ന ഒരു ഘട്ടം വരെ ബിജു രാധാകൃഷ്ണൻ അതിന്റെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പാപഭാരം പേറേണ്ടി വരികയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഇത്രയും നാള് മറച്ചു വെച്ചതുപോലെ ഇനി സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ ബിജു രാധാകൃഷ്ണൻ ഇനി എന്താ, അയാൾ കൊലക്കായി, ആള് ജയിലിൽ പോകുന്ന ഉറപ്പായി. ആ നിലയ്ക്ക് ഇനി എന്തിനാ അയാളെ ജയിലിൽ പെർമനന്റ് ആയിട്ട് ഇടാനല്ലേ മുഖ്യമന്ത്രി ശ്രമം? അതുകൊണ്ട് അയാളുടെ വായിൽ നാക്കൊന്ന് അനങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കുക, അതാണ് മുഖ്യമന്ത്രി ശ്രമം. മുഖ്യമന്ത്രി അയാളെ ജയിലിൽ ഇട്ടുകൊണ്ട് സരിതയെ രക്ഷിച്ച് പുറത്തെടുക്കാമെന്നല്ലേ ശ്രമിച്ചത്. സരിതയെ രക്ഷിച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സരിതയും പെർമനന്റ് ആയിട്ട് ജയിലിൽ പോയി കിട്ടിയാൽ ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടു ഉമ്മൻചാണ്ടി ചിന്ത. അല്ലാതെ സരിതയെ രക്ഷിക്കാനേ ഉമ്മൻചാണ്ടി കാണില്ല. തക്കാലം തന്റെ ഭാഗത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആരെയും പിടിച്ച് എവിടെയും കൊലയ്ക്ക് കൊടുക്കാൻ മടിക്കില്ലാത്ത ആളാണ് തെളിവാണുള്ള KM മാണി കാശ് മേടിച്ച് എന്നേരം കാശ് മേടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി കൊടുത്തുവിട്ട കാശാന്ന് ഇറക്കാറിയില്ലാത്തത്. ആ ഉമ്മൻചാണ്ടി സമയമായപ്പോ എന്തായത്, കോടതി വിധിയൊക്കെ വന്നപ്പോൾ മാണി അല്പം തകർന്നു എന്ന് മനസ്സിലായപ്പോ മാണി ഒറ്റ ചവിട്ട് പുറത്താക്കി. ഇപ്പൊ കെ ബാബുവിനെ വെച്ചോണ്ടിരിക്കുക. കെ ബാബു പോലും അകത്തെ ആളാണ്, ഒരു സംശയമില്ല. കെ ബാബുവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുക, കരിയാപ്പില പോലെ ഉപയോഗിച്ച് കളയുക. കരിയാപ്പിലയുടെ ഗുണം എന്താ? കരിയാപ്പില എല്ലാ കറിയും വേണം, ആരും അത് തിന്നുന്നില്ല, എടുത്ത് കളയും. അതുപോലെ തന്റെ ആവശ്യത്തിന് ഇംഗിതത്തിന് വഴങ്ങി ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതിനെയെല്ലാം കരിയാപ്പന് പോലെ പുറത്ത് കളയാണ്. ഈ ബിജു രാധാകൃഷ്ണൻ അങ്ങനെ അബദ്ധം പറ്റിയ ആളാണ്. യാതൊരു സംശയമില്ല, ബിജു രാധാകൃഷ്ണൻ കിട്ടിയ അനുഭവം തന്നെ മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സംശയം അക്കാര്യത്തിലുണ്ട്. യെസ്, വളരെ നന്ദി ശ്രീ PC ജോർജ് അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ബിജു രാധാകൃഷ്ണൻ വലിയ ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവിടുന്നു. താൻ പറയാനുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയപ്പോഴാണ് ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ.